നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു പ്രഭാതമാണ് ഇന്നലെ രാത്രി മൊത്തം സ്കോഡയുടെ പ്രീമിയം SUV സ്കോഡ കോഡിയാക് മുംബൈ നഗരത്തിലൂടെ ഓടിച്ച ശേഷം രാവിലെ ഇങ്ങനെ ഈ വാഹനത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മുംബൈ നഗരത്തിലാണ്. ശരിക്കും മുംബൈയുടെ രാത്രി കാഴ്ചകൾ മൊത്തവും ആസ്വദിച്ച ശേഷമുള്ള ഒരു ഷൂട്ടാണിത്. അപ്പോൾ മുംബൈ രാത്രിയിൽ വളരെ മനോഹരമാണ്, വിജനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രീമിയം SUV എക്സ്പീരിയൻസ് ചെയ്യാൻ സ്കോഡ ഓട്ടോ ഇന്ത്യ ഒരു നൈറ്റ് ഡ്രൈവ് ആണ് തന്നത്. അപ്പം മൊത്തത്തിലെ ഒരു പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഈ ഒരു അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള കോഡിയാക്കിൻ്റെ 2ാം ജനറേഷനാണ് ഏപ്രിൽ 17, 2025 എത്താൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നടന്ന മീഡിയ ഡ്രൈവ് ആണിത്. എന്തായാലും വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ചെക്ക് റിപ്പബ്ലിക്കൻ ഓട്ടോമേക്കറായ സ്കോഡ ഓട്ടോ ഇന്ത്യയിലെത്തിയിട്ട് 25 വർഷങ്ങൾ പിന്നിടുകയാണ്. ബ്രാൻഡിൻ്റെ ലെഗസി എന്ന് പറഞ്ഞാൽ 130 വർഷവുമാണ്. ശരിക്കും കോഡിയാക് അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ വാഹനം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 3 എൻജിൻ ഓപ്ഷനുകളിലൊക്കെ ഉണ്ട്. ഹൈബ്രിഡ് ഓപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ ഡീസൽ ഓപ്ഷനിലുണ്ട്. പക്ഷേ ഇന്ത്യയിലെത്തുന്നത് 2 ലിറ്റർ പെട്രോൾ ഓപ്ഷനിലാണ്. അതായത് ടെക്നിക്കലി 1ാം ജനറേഷൻ സ്കോഡ കോഡിയാക്കുമായിട്ട് യാതൊരുവിധ മാറ്റങ്ങളും ഈ പുത്തൻ വാഹനത്തിലേക്കില്ല. ഇന്റർനാഷണൽ മാർക്കറ്റിൽ 5-7 സീറ്റർ കോൺഫിഗറേഷനിൽ ഉണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് എത്തുന്നത് 7 സീറ്റർ കോൺഫിഗറേഷനിൽ മാത്രമാണ്. സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ ഒരു ലെഗസി എന്ന് പറഞ്ഞാൽ 25 വർഷം അവർ പിന്നിടുന്നു. അവരുടെ ഒരു പോർട്ട്ഫോളിയോ ഇപ്പോൾ ഈ ഒരു വാഹനവും കൂടി വരുമ്പോൾ കൂടുതൽ മികവാർന്നതാകുകയാണ്. കൈലാക്കിൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് സ്കോഡ ഓട്ടോ ഇന്ത്യ വലിയൊരു നേട്ടം കൂടി ഇന്ത്യയിൽ കൈവരിച്ചിരിക്കുകയാണ്. മാർച്ച് 2025 സെയിൽസ് കണക്ക് അവരുടെ ചരിത്രത്തിൽ ആദ്യമായി 7422 യൂണിറ്റുകൾ സ്കോഡ വാഹനങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിഞ്ഞു എന്നത് സ്കോഡ ഓട്ടോ ഇന്ത്യ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ശരിക്കും ഒരു കസ്റ്റമറിന് ഏത് വാഹനം വേണം? ഇതിപ്പോൾ കൈലാക്കുണ്ട്, സ്ലാവിയുണ്ട്, അതേപോലെ തന്നെ കോഡിയാക്കുണ്ട്, കുഷാക്കുണ്ട്. 4 സെഗ്മെൻറ്റിൽ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പോർട്ട്ഫോളിയോ അവതരിപ്പിക്കാൻ സ്കോഡ ഓട്ടോയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ പുത്തൻ വാഹനത്തിലേക്ക്, അതായത് 2ാം ജനറേഷൻ സ്കോഡ കോഡിയാക്കിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അവതരിപ്പിക്കുന്ന കോഡിയാക്കിൻ്റെ ടെക്നിക്കലി യാതൊരു മാറ്റങ്ങളും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വാഹനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 150 കിലോ വാട്ടാണ്. അതുപോലെ തന്നെ ടോർക്ക് 320 ന്യൂട്ടൺ മീറ്ററാണ്. ട്രാൻസ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 സ്പീഡ് DCTയിലാണ്. 2 ലിറ്റർ ടർബോ പെട്രോളിലാണ് വാഹനം എത്തുന്നത്. വാഹനത്തിൻ്റെ സീറ്റിംഗ് കോൺഫിഗറേഷനെ കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് 7 സീറ്റർ കോൺഫിഗറേഷനിലാണ് ഇന്ത്യയിൽ ഈ വാഹനം സ്കോഡ ഓട്ടോ ഇന്ത്യ ഇനി വിൽക്കാൻ പോകുന്നത്. വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി 14.86 വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഒരു നൈറ്റ് മൊത്തവും ഈ വാഹനം ഓടിച്ചതിൽ നിന്നും എനിക്ക് ലഭിച്ചത് ഏകദേശം 10 കിലോമീറ്റർ ഫ്യൂവൽ എഫിഷ്യൻസിയാണ് എന്നുകൂടി പറയുന്നു. അപ്പം വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. എന്താണ് മാറ്റങ്ങൾ? എന്തായാലും സ്ലീക്ക് ആയിട്ടുണ്ട്, സ്ലിം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വാഹനത്തിന് നീളം കൂടിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള എക്സ്റ്റീരിയറിൽ ഇതിൻ്റെ ഡയമെൻഷൻ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്കോഡ കോഡിയാക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 155 mm ആണ്.
രണ്ടാം ജനറേഷൻ സ്കോഡ കോഡിയാക് സ്കോഡ ഓട്ടോ ഇന്ത്യ ആദ്യമായിട്ട് നമ്മളെ കാണിച്ചത് 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിലാണ്. അപ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ഭംഗിയും ശരിക്കും സ്കോഡ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ആകാംക്ഷയും ഒക്കെ തന്നെ നമ്മളുടെ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞതാണ്. സ്കോഡ ഓട്ടോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് വൈഡ് അവർ ശരിക്കും 4ാം സ്ഥാനത്താണ്. യൂറോപ്പിൽ 4ാം സ്ഥാനത്തും ഇന്ത്യയിൽ 7ാം സ്ഥാനത്തുമാണ്. എന്തായാലും ഇന്ത്യയിൽ അവർക്ക് ധാരാളം ആരാധകരുണ്ട്. അപ്പം പോർട്ട്ഫോളിയോ എൻറിച്ച് ആക്കുന്നതോട് കൂടിയിട്ട് കൂടുതൽ ലോക്കലൈസേഷന് പ്രാധാന്യം നൽകുന്നതോടുകൂടി കൂടുതൽ ഡീലർഷിപ്പുകളും സർവീസ് പോയിന്റുകളും വരുന്നതോടുകൂടി 2025 അവരുടെ പ്ലാനുകൾ വലുതാണ്. സ്കോഡയ്ക്ക് കൂടുതൽ മികവാർന്ന ഒരു നേട്ടം ഇവിടെ കൈവരിക്കാൻ പറ്റും എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇന്ത്യൻ ജനങ്ങൾക്ക് സ്കോഡ വാഹനങ്ങൾ കൂടുതൽ പ്രാപ്യമായത് അല്ലെങ്കിൽ കൂടുതൽ പ്രിയങ്കരമായത് മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗ് ലൈനിൽ, അതായത് MQB AO ഇൻ പ്ലാറ്റ്ഫോമിൽ വാഹനങ്ങൾ എത്താൻ തുടങ്ങിയപ്പോൾ മുതലാണ്. കൈലാക് ആണെങ്കിലും സ്ലാവിയ ആണെങ്കിലും കുശാക് ആണെങ്കിലും MQB AO ഇൻ പ്ലാറ്റ്ഫോമിൽ അവർ പൂർത്തീകരിച്ച വാഹനങ്ങളാണ്. ശരിക്കും ഈ വാഹനം ശരിക്കും ലോക്കലി അസംബ്ലി ചെയ്യുകയാണ്. വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ അസംബ്ലി ചെയ്യുന്നതോടുകൂടി തന്നെ ശരിക്കും മികച്ച ഒരു വിലയിൽ തന്നെ ഈ വാഹനം നമ്മളുടെ കയ്യിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വിലയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. 40 മുതൽ 45 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ വില പ്രതീക്ഷിക്കുന്നത്. വളരെ മത്സരമുള്ള ഒരു സെഗ്മെൻറ്റിലേക്ക്, അതായത് 7 സീറ്റർ പ്രീമിയം SUV സെഗ്മെൻറ്റിലേക്കാണ് വാഹനം എത്തുന്നത്. പുത്തൻ കോഡിയാക്കിനോട് മത്സരിക്കുന്നത് മോറിസ് ഗ്യാരേജസിൻ്റെ ഗ്ലോസ്റ്ററും അതേപോലെ വരാൻ പോകുന്ന MG M9ഉം ഹിൻഡായി ടൂസോണും നിസാൻ എക്സ്ട്രയിലും ടൊയോട്ട ഫോർച്യൂണറും ജീപ്പ് മെറിഡിയനും ഒക്കെ തന്നെയാണ്. ശരിക്കും ഏപ്രിൽ 17 മുതൽ വാഹനത്തിൻ്റെ ബുക്കിംഗ് തുടങ്ങുകയാണ്. കോഡിയാക് എത്തുന്നത് 2 വേരിയൻറ്റുകളിലാണ്. സ്പോട്ട് ലൈൻ എന്ന വേരിയൻറ്റും അതേപോലെ തന്നെ സെലക്ഷൻ LK എന്ന വേരിയൻറ്റും. LK എന്ന് പറഞ്ഞാൽ ലൗറീൻ ആൻഡ് ക്ലെമൻറ്റ് എന്നാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം. ലൗറീൻ ആൻഡ് ക്ലെമൻറ്റ് സ്കോഡ ഓട്ടോയുടെ ഫൗണ്ടർ മെമ്പേഴ്സാണ്. അവരോടുള്ള ഒരു ആദരവിൻ്റെ പേരിലാണ് അവർ എല്ലാ വാഹനങ്ങളിലേക്കും LK വേരിയൻറ്റ് എത്തുന്നത്. എൻ്റെ ഒപ്പം ഉള്ള ഈ നീല കളറുള്ള വാഹനം അതിൻ്റെ ഒരു സ്പോട്ട് ലൈൻ വേരിയൻ്റാണ്. ശരിക്കും സ്പോട്ട് ലൈൻ വേരിയൻറ്റിലെ ഒരു എക്സ്ക്ലൂസീവ് കളറാണ് ഈ ബ്ലൂ കളർ, റേസ് ബ്ലൂ എന്നാണ് പറയുന്നത്. ഈ 7 നിറങ്ങളും എത്തുന്നത് മെറ്റാലിക് നിറങ്ങളിലാണ്. വളരെ മനോഹരമായിട്ടുള്ള കളറാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ വാഹനത്തിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ റേസ് ബ്ലൂ മെറ്റാലിക്. റേസ് ബ്ലൂ മെറ്റാലിക് എക്സ്ക്ലൂസീവായിട്ട് അവരുടെ സ്പോട്ട് ലൈൻ വേരിയൻറ്റിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ കൂടുതലായിട്ടും ബ്ലാക്ക് എലിമെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. LK വേരിയൻറ്റിൻ്റെ ഗ്രില്ലിലൊക്കെ നോക്കുകയാണെങ്കിലും ശരിക്കും ബ്ലാക്കിഷ് ക്രോമാണ് വരുന്നത്. സെലക്ഷൻ LK വേരിയൻറ്റിലെ മൂൺ ലൈറ്റ് വൈറ്റ് എന്ന് പറയുന്ന നിറമാണ് ഇത്. സ്പോട്ട് ലൈൻ വാഹനത്തിന് എക്സ്ക്ലൂസീവായി ഞാൻ പറഞ്ഞ റേസ് ബ്ലൂവിൽ മാത്രമേ ഉള്ളൂ. ബാക്കി 6 കളറുകൾ LKയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് തമ്മിൽ എക്സ്റ്റീരിയറിൽ വ്യത്യാസമുണ്ട്. ശരിക്കും കൂടുതൽ അഫോർഡബിൾ, അതായത് വില വെച്ച് നോക്കുകയാണെങ്കിൽ സ്പോട്ട് ലൈൻ വേരിയൻ്റ് ആണ് അല്പം കുറച്ച് വിലയിൽ നമുക്ക് ലഭിക്കുക. കൂടുതൽ ലക്ഷറി എലിമെൻറ്റ്സ്, അതായത് ശരിക്കും വെന്റിലേറ്റഡ് സീറ്റുകൾ അല്ലെങ്കിൽ 8 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ, ഒരുപാട് നല്ല എലിമെൻറ്റ്സ്, അതായത് പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് ലൗറീൻ ആൻഡ് ക്ലെമൻറ്റ് എഡിഷനിലാണ്, അതിൻ്റെ സെലക്ഷൻ LK എന്ന എഡിഷനിൽ. അപ്പോൾ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് ഇനി നമുക്ക് പോകാം. വാഹനത്തെക്കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയും നമ്മൾ ഓൾറെഡി വിശദീകരിച്ചു കഴിഞ്ഞു. പുത്തൻ കോഡിയാക്കിൽ എന്തൊക്കെയാണ് എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ? ബിഗർ, ബോൾഡർ, ബെറ്റർ എന്ന് തീർച്ചയായിട്ടും പറയാം. വാഹനത്തിൻ്റെ നീളം കൂടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 4758 mm ആണ് പുത്തൻ ജനറേഷനിലെ കോഡിയാക്കിൻ്റെ നീളം. അതായത് ഫസ്റ്റ് ജനറേഷനേക്കാൾ 59 mm ആണ് കൂടിയിരിക്കുന്നത്. വാഹനം കുറേ കൂടി സ്ലീക്കായി തോന്നിയിട്ടുണ്ട്, ബോൾഡറായി തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തെ മുൻഭാഗത്ത് കുറേ അധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. LED ഹെഡ്ലൈറ്റിലേക്ക് അവർ
കളേർഡ് ക്രിസ്റ്റലൈൻ എലിമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കാഴ്ചയിലൊക്കെ ഇത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. സ്കോഡയുടെ സിഗ്നേച്ചർ എലിമെൻ്റായ ബട്ടർഫ്ലൈ ഗ്രിൽ കൂടുതൽ വൈഡറായിട്ടുണ്ട്. അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഈ വാഹനത്തിലേക്ക് ഒരു സ്ട്രിപ്പ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ എയർ വെൻറ്റിലേക്കും മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോൺ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. വാഹനം ഒരു 4x4 പതിപ്പാണ്, SUV ആണ്. അപ്പോൾ എല്ലാവിധ പ്രൊട്ടക്ഷനും വേണം. അതേപോലെ മറ്റൊന്ന് പറയാനുള്ളത്, കഴിഞ്ഞ ജനറേഷനേക്കാൾ വാഹനത്തിൻ്റെ എയർ ഡ്രാഗിങ് കുറച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ശരിക്കും എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് രണ്ടാം ജനറേഷനിലെ സ്കോഡ കോഡിയാക് വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മുൻകാഴ്ചയിൽ ആർക്കും ഈ വാഹനം ഇഷ്ടമാകും. നമ്മളിപ്പോൾ ഇന്ന് ഡ്രൈവ് ചെയ്തത് ഇതിൻ്റെ സെലക്ഷൻ Elan-K എന്ന വേരിയൻ്റാണ്. അപ്പം വാഹനം കൂടുതൽ പവർഫുൾ ആയിട്ടുണ്ട്, കൂടുതൽ സ്മൂത്തർ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ടെക്നോളജി ഒരുപാട് വന്നിട്ടുണ്ട്, കൺവീനിയൻസ് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ക്യാരക്ടർ ലൈൻ എല്ലായ്പ്പോഴും ഈ ഒരു വളരെ എലഗൻ്റായിട്ടുള്ള, വളരെ ഷാർപ്പായിട്ടുള്ള ഈ ലൈൻസ്, കർവുകൾ എല്ലാം തന്നെ സ്കോഡ വാഹനങ്ങളുടെ മുഖമുദ്രയാണ്. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ഭംഗിയും അതുതന്നെയായിരിക്കും. 18 ഇഞ്ച് അലോയ് വീലാണ് പുത്തൻ ജനറേഷനിലെ സ്കോഡ കോഡിയാക്കിന് എത്തുന്നത്. Elan-K വേരിയൻ്റ് ആണ് എന്നോടൊപ്പം ഉള്ളത്. ഇതിൻ്റെ അലോയ് വീലിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സ്പോട്ട് ലൈൻ വേരിയൻറ്റിൽ. അതേപോലെ തന്നെ ബോഡി കളേർഡ് ORVM ആണ്. ഇതിൻ്റെ ലോവർ പോർഷൻ ബ്ലാക്ക് ആണ്. ലോറിൻ ആൻഡ് ക്ലെമൻറ്റ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ടോണിലുള്ള ക്രോം എലിമെൻ്റ് അല്ലെങ്കിൽ മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വിൻഡോ സ്ട്രിപ്പൊക്കെ തന്നെയും ബ്ലാക്ക് ആണ്. സ്പോട്ട് ലൈനിൽ ഡി പില്ലർ മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് ആണെങ്കിൽ Elan-K വേരിയൻറ്റിൽ ഇവിടെ വ്യത്യസ്തമാണ്. ശരിക്കും ഇവിടെയായിട്ട് ബോഡി കളേർഡ് അല്ല, അലൂമിനിയം കളറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പോയിലർ കൊടുത്തിരിക്കുന്നു, ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. സ്കോഡ കോഡിയാക്കിൻ്റെ റിയർ കാഴ്ച ഏറ്റവും മനോഹരമാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇതിൻ്റെ C-ഷേപ്ഡ് LED റിയർ ലൈറ്റാണ്. ഇതിനകത്തേക്ക് ആനിമേറ്റഡ് ഇൻഡിക്കേറ്റർ വാഹന നിർമ്മാതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നെന്ന് വെച്ചാൽ ഈ C-ഷേപ്ഡ് റിയർ ലൈറ്റുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡെക്കറേറ്റീവ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. സ്കോഡ എന്ന് പറയുന്ന ലെറ്ററിങ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. 4x4 പതിപ്പ് എന്നുള്ള ഇത് വന്നിരിക്കുന്നു. അതേപോലെ തന്നെ കോഡിയാക് എന്നുള്ളത് വന്നിരിക്കുന്നു. ഇതിലെ പിൻഭാഗത്തെ ബമ്പറിലേക്ക് അവരൊരു അലൂമിനിയം കളർ സ്ട്രിപ്പ് കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. സെൻസേഴ്സ് ഒക്കെ തന്നെ ഇവിടെയായിട്ട് വരുന്നു. വാഹനത്തിൻ്റെ നീളം 4758 mm ആണ്. ഇതിൻ്റെ ഒരു വീതി 1864 mm ആണ്. അതേപോലെ തന്നെ പൊക്കം 1679 ആണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയിട്ടുണ്ട് വാഹന നിർമ്മാതാക്കൾ. 155 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 62 ലിറ്ററായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബൂട്ട് സ്പേസ് 270 ലിറ്ററാണ്. ടേണിംഗ് റേഡിയസ് 6.1 മീറ്ററാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. 4x4 പതിപ്പാണ്. 2 വേരിയൻറ്റുകളിലെ എല്ലാ വാഹനങ്ങളും 4x4 പതിപ്പിലാണ് എത്തുന്നത്. എന്തായാലും വാഹനം കൂടുതൽ ബോൾഡറായി, കൂടുതൽ സ്ലീക്കായി, കൂടുതൽ സ്മാർട്ടായി എന്ന് തീർച്ചയായിട്ടും ഇതിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഡൈനാമിക് ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് സ്കോഡ ഓട്ടോ ഇന്ത്യ സ്കോഡ കോഡിയാക്കിൻ്റെ സ്പോട്ട് ലൈൻ വേരിയൻറ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ബ്ലൂ എന്ന് പറഞ്ഞ നിറമാണ്. എക്സ്ക്ലൂസീവ്ലി സ്പോട്ട് ലൈൻ വേരിയൻറ്റിന് വേണ്ടിയിട്ടുള്ള നിറമാണ്. ഇതിൽ മൊത്തത്തിൽ നമുക്ക് ക്രോം എലിമെൻറ്റ്, ബ്ലാക്ക് ആൻഡ് ക്രോം ഒന്നുമല്ല കാണുന്നത്, ഗ്ലോസി ബ്ലാക്കിലുള്ള ക്രോമാണ് ഈ ബട്ടർഫ്ലൈ ഗ്രില്ലിലേക്കൊക്കെ വന്നിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഈ ഗ്രിൽ ബ്ലാക്ക് ആൻഡ് ടോണിലാണ്. ശരിക്കും ഇതിലെ എയർ വെൻറ്റുകളും ഇതുകളും എല്ലാം തന്നെ ബ്ലാക്ക് ആണ്. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും അതിൻ്റെ സൈഡ് വ്യൂ മിറർ ബ്ലാക്ക് ആൻഡ് ടോണിലാണ് ശരിക്കും സ്പോട്ട് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂഫ് റെയിൽ ബ്ലാക്ക് ആണ്. അതേപോലെ തന്നെ ഈ സ്ലിറ്റ് ബോഡി കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പിൻ കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഷാർപ്പിൻ ആൻറ്റിന ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നു. ഇത് ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു. കോഡിയാക് എന്ന് പറഞ്ഞ ലെറ്ററിങ് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. സ്കോഡ എന്ന് പറയുന്ന ലെറ്ററിങ് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശരിക്കും
ശരിക്കും ബ്ലാക്ക് ആൻഡ് ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡീപ്പ് പില്ലർ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ട് അപ്പോൾ ഇവിടെയും ഒരു ബ്ലാക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ തീമാണ്. ഇൻറ്റീരിയർ തീം LNK വേരിയൻറ്റിലും അതുപോലെ തന്നെ സ്പോട്ട് ലൈൻ വേരിയൻറ്റിലും വ്യത്യസ്തമാണ്. കറുത്ത നിറത്തിൽ ഉള്ള ഒരു തീമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നടുക്കായിട്ട് ശരിക്കും ഒരു ഗ്രേ ടോണിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കുക, ഫുള്ളി ബ്ലാക്കാണ്. അപ്പോൾ കുറച്ചും കൂടി താഴ്ന്ന വിലയാണ് സ്പോട്ട് ലൈൻ വേരിയൻറ്റ്. ഇതിനകത്തേക്കും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെഡൽസ്, മെറ്റൽ പെഡൽസാണ് സ്പോട്ട് ലൈൻ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു മെറ്റൽ എലിമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് കാണാൻ പറ്റും. രണ്ടാം ജനറേഷൻ സ്കോഡ കോഡിയാക്കിൻ്റെ നീളം കൂടി എന്ന് ഞാൻ സൂചിപ്പിച്ചു. 4758 mm, അതായത് പഴയ ജനറേഷനേക്കാൾ 59 mm ആണ് അതിൻ്റെ നീളം കൂടിയത്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസും കൂടിയിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും സംശയമാണ്. തീർച്ചയായിട്ടും പറയാം, ബൂട്ട് സ്പേസ് കൂടി. 11 ലിറ്ററാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ 3 റോകളും നിലവിൽ ഉള്ളപ്പോൾ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 281 ലിറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ തേർഡ് റോ പൂർണ്ണമായിട്ടും ചമ്പിളി ചെയ്യാം. 786 ലിറ്റർ ബൂട്ട് സ്പേസാണ് നമുക്കപ്പോൾ കിട്ടുക. സെക്കൻഡ് റോയ്ക്ക് 60-40 സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതും കൂടിയൊക്കെ ടമ്പിളി ചെയ്ത് കഴിഞ്ഞാൽ 1976 ലിറ്റർ ബൂട്ട് സ്പേസ് കിട്ടും. ഇതൊരു 7 സീറ്റർ വാഹനമാണ്, വലിയ SUV ആണ്, 4x4 പതിപ്പാണ്. അപ്പോൾ ദീർഘദൂര യാത്ര ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ ലഗേജുകൾ നൽകണം എങ്കിൽ ഒക്കെ അതിനുള്ള പ്രൊവിഷനുണ്ട്. എന്തായാലും സ്പെയർ വീലൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഹൂക്കുകൾ കൊടുത്തിട്ടുണ്ട്, ലഗേജ് ബാഗ് ഒക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷനൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കൊടുക്കാമോ അതൊക്കെ തന്നെയും കൊടുത്തിരിക്കുന്നു. തേർഡ് റോ യാത്രക്കാർക്ക് ശരിക്കും ചാർജിങ് സോക്കറ്റുകൾ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. വാഹനത്തിലേക്ക് 13 സ്പീക്കറുകളും വൂഫറും ഒക്കെ തന്നെയാണ് വരുന്നത്. രണ്ടാം ജനറേഷൻ സ്കോഡ കോഡിയാക്ക് സ്കോഡ ഓട്ടോ ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടാണ്, സസ്റ്റൈനബിൾ ആയിട്ടാണ്. ഇക്കോ ഫ്രണ്ട്ലി ലെതർ കൊണ്ടും റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ടും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ കൂടുതൽ കാര്യങ്ങളും അവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്, കംഫർട്ട് വന്നിട്ടുണ്ട്, കൺവീനിയൻസ് വന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും പുതിയ ജനറേഷൻ സ്കോഡ കോഡിയാക്കിൻ്റെ ഇൻറ്റീരിയർ ശരിക്കും പറഞ്ഞാൽ ലക്ഷറി എലിമെൻ്റ് ഒരുപാട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളിത് ഒരു നൈറ്റ് ഡ്രൈവ് ആണ് സ്കോഡ ഓട്ടോ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും രാവിലെ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി മൊത്തം ഈ വാഹനം ഇങ്ങനെ ഓടിച്ചതിൽ നിന്ന് ഒരുപാട് നമുക്ക് ഹെൽപ്ഫുള്ളാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനകത്തേക്ക് ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്, സ്മാർട്ട് ഡയൽസ് വന്നിട്ടുണ്ട്, വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു യാത്ര, അതായത് നൈറ്റ് ഡ്രൈവ് ആയിരുന്നു. അതായത് മുംബൈയുടെ തിരക്കുകളിലൂടെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. സ്കോഡ കോഡിയാക്കിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടന്നിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാർജ്
ടച്ച് സ്ക്രീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ 32.77 സെൻറ്റിമീറ്റർ ആണ്. അതിങ്ങനെ സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ കോക്ക്പിറ്റ് അതും വളരെ ക്ലാരിറ്റിയുള്ള ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. നമ്മളെ ശരിക്കും ഒരു ഡ്രൈവർക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ 26.03 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വലിപ്പം. ഈ വിർച്വൽ കോക്ക്പിറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. നമുക്ക് എല്ലാ തരം സംഗതികളും അവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആണ്, റെസ്പോൺസീവ് ആണ് എന്നൊക്കെ തന്നെ പറയുന്നു. മറ്റൊന്ന് ഏറ്റവും എടുത്തു പറയാനുള്ളത്, പുതുതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഡയൽസ് ആണ്. ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. ഡ്രൈവർക്കാണെങ്കിലും കോ ഡ്രൈവർക്കാണെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിലും അതായത് വോളിയം ആണെങ്കിലും ഒക്കെ തന്നെയും നമുക്ക് ഇത് ചെയ്യാം. ഇതിനകത്തേക്ക് 13 സ്പീക്കേഴ്സാണ് വരുന്നത്. ഇത് ശരിക്കും ഫാൻ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗതി. അപ്പോൾ ഇത് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇൻറ്റീരിയർ സ്പേസിലെ ഈ ഒരു ആംബിയൻസ്, അതായത് ശരിക്കും ഇതൊരു നൈറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ ഈ ഇത്തരം ഭംഗി വ്യക്തമായിട്ട് കാണാൻ പറ്റി. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. ഡാഷ്ബോർഡ് ഡിസൈനിലേക്കും ഡോർ പാനൽസിലേക്കും ഒക്കെ തന്നെ അതിങ്ങനെ കയറി കിടക്കുകയാണ്. ഇതിൻ്റെ പുത്തൻ ജനറേഷനിലെ കോഡിയാക്കിൻ്റെ ഡാഷ്ബോർഡ് അവർ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇതിൻ്റെ വളരെ സ്മാർട്ടായിട്ടുള്ള ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ അതിനകത്തേക്ക് സ്കോഡ എന്ന് പറയുന്ന ബാഡ്ജിങ് വന്നിട്ടുണ്ട്. രാത്രി നമ്മൾ ഈ വാഹനം കുറേ നേരം ഓടിച്ചു. അതിൽ ഏറ്റവും അധികം നമുക്ക് ഹെൽപ്പ് ചെയ്ത ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ സെലക്ടറാണ്. അപ്പോൾ പുത്തൻ കോഡിയാക്കിലേക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ ലെഫ്റ്റ് സൈഡ് ഇവിടെ നിന്നും ഈ ഒരു ഗിയർ സെലക്ടർ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ പറയുന്നു. ഇപ്പോൾ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. പിന്നെ ശരിക്കും സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെ നൽകിയിരിക്കുന്നു. ഇതിനകത്ത് സ്കോഡ എന്ന് പറയുന്ന ബാഡ്ജിങ് നൽകിയിരിക്കുന്നു. സെക്കൻഡ് ജനറേഷൻ കോഡിയാക്കിൻ്റെ സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഇതിനകത്തേക്ക് നൽകിയിരിക്കുന്നത് മുൻനിരയിൽ എർഗോ സീറ്റുകളാണ്. ലോങ്ങസ്റ്റ് ഡ്രൈവിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സീറ്റുകൾ എന്ന് പറയാം. ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗിയും ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും ഒക്കെ തന്നെ നോക്കുക. തൈ സപ്പോർട്ടിനുള്ള സംഗതികൾ, ലംബാർഡ് സപ്പോർട്ടൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മസാജിങ്, ന്യൂമാറ്റിക് മസാജ് നൽകിയിരിക്കുന്ന ഒരു സീറ്റുകളാണ് ഇതിനകത്തേക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വെന്റിലേഷൻ വന്നിട്ടുണ്ട്, ഹീറ്റിംഗ് വന്നിട്ടുണ്ട്, മസാജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിങ്ങിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ശരിക്കും നമുക്കിത് ഒരുപാട് രീതിയിൽ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. എന്തായാലും ലോങ് ജേർണി നമ്മൾ ഈ നൈറ്റിൽ ഏകദേശം ഒരു 6-7 മണിക്കൂർ, രാത്രി ഒരു 10 മണിക്ക് തുടങ്ങിയ ഒരു ഡ്രൈവാണ്. ഇപ്പോൾ ഏകദേശം രാവിലെ 5:30 ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നേരമായിട്ട് കൂടി ഒരു ക്ഷീണം ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും മുംബൈയുടെ തിരക്കേറിയ നഗരത്തിലൂടെ ഈ ഒരു പ്രീമിയം SUVയിൽ ഈ ഒരു സീറ്റിലിരുന്ന്, ഈ ഒരു ആംബിയൻസിലിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഗ്യം എന്ന് തന്നെ തോന്നുന്നു. അതായത് വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എല്ലായ്പ്പോഴും സ്കോഡ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ, കൗതുകമുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പം അതിലൊന്നാണ് ഇത്തവണ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, വലിയ ഒരു ലോകം, അതായത് ഡിജിറ്റൽ ലോകം നമ്മളുടെ മുന്നിലേക്ക് തുറക്കുന്നു. വളരെ ക്ലാരിറ്റിയുള്ള വളരെ നല്ല ഒരു ലോകം എന്നൊക്കെ പറയുന്നു. അപ്പം ഇതിനകത്തേക്ക് നമ്മളുടെ കൈകളുടെ പാടുകളോ ഇതുകളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ, എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തുടച്ചു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഗതി, ഒരു ക്ലീനർ എന്ന് പറഞ്ഞ് ഒരു സംഗതി അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇവിടെ പ്ലേസ് ചെയ്യാം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാർ എപ്പോഴും മെസ്സിയായിട്ട് ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ കുറേ ചവറുകളൊക്കെ ഉണ്ടാകും. ഒന്നിയിൽ എവിടെയെങ്കിലും റോഡിൽ വലിച്ചെറിയും, അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിനും ഒരു സൊല്യൂഷൻ സ്കോഡ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾക്ക് ഇത് ഡസ്റ്റ്ബിന്നായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. നമ്മളുടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് പേപ്പേഴ്സോ മുട്ടായി കവറുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇത് ചെയ്യാം. പിന്നീട് അത് റിമൂവ് ചെയ്യാം. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ പറയുന്നു. എന്തായാലും ശരിക്കും ഇതിൻ്റെ സെൻട്രൽ കൺസോളിൽ ഇത്രയും സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നല്ല ഡീപ്പാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്
കൊക്കനട്ട് ലെതറിൽ, അതായത് റീസൈക്കിൾ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന ഈ സീറ്റുകളുടെ ഒരു അപ്പോൾസ്ട്രിയും ഇതിൻ്റെ ഒരു കുഷനിങ്ങും ഒക്കെ തന്നെയാണ്. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടാം നിര തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും വാഹനത്തിൻ്റെ ഓണേഴ്സ് യാത്ര ചെയ്യുന്നത് രണ്ടാം നിരയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കംഫർട്ട് എലിമെൻറ്റ് കൂടുതലായിട്ടും വാഹന നിർമ്മാതാക്കൾ നൽകും. എന്തായാലും ഇവിടെയായിട്ട് ഐപാഡോ ഫോണോ ഒക്കെ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ് പൗച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർട്ടൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. പനോരമിക് സൺറൂഫാണ്, ശരിക്കും പനോരമിക് സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്, ഹൂക്ക് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഹാൻഡ് റെസ്റ്റായിട്ടും കപ്പ് ഹോൾഡറും ഒക്കെ തന്നെ ഇവിടെയായിട്ട് വരിക്കുന്നു. എല്ലാ ഹെഡ് റെസ്റ്റുകളും സ്ലൈഡിംഗ് ആണ്. ശരിക്കും നല്ല സീറ്റിംഗ് കംഫർട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. ഇഷ്ടംപോലെ യൂട്ടിലിറ്റി സ്പേസസ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. മൂന്നാം നിരയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഈ 2 സീറ്റുകൾ, ലെഫ്റ്റിലെയും റൈറ്റിലെയും 2 സീറ്റുകളുടെ സൈഡിലായിട്ട് സീറ്റുകളോട് ചേർന്ന് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലിങ്ങനെ പുള്ളി ചെയ്യുക. എല്ലാ 7 സീറ്റർ വാഹനങ്ങളിലും നമ്മൾ സ്ഥിരമായി അനുഭവിക്കുന്നത് പോലെ 3rd റോ പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാം എന്ന് പറയേണ്ടി വരുന്നു. ഇതിൽ ശരിക്കും വാഹനത്തിൻ്റെ വീൽ ബേസ് ഒന്നും കൂടിയിട്ടില്ല. അപ്പോൾ വീൽ ബേസ് അങ്ങനെ തന്നെ നിൽക്കെ ഇതൊരു 7 സീറ്റർ വാഹനമാകുമ്പോൾ അതിൻ്റെ മൂന്നാം നിരയിലെ പരിമിതികൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും 2 സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റുകളെല്ലാം തന്നെ സ്ലൈഡിംഗ് ആണ്. ഹാൻഡ് റെസ്റ്റിന് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ചെറിയ ഇരിപ്പിടമുള്ള ഒരു 3rd റോ ആണ് 2ാം ജനറേഷൻ സ്കോഡ കോഡിയാക്കിൻ്റെ എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും നല്ല ഹെഡ് റൂമൊക്കെ തന്നെയുണ്ട്. എല്ലായിടത്തും അവർ റൂഫ് ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ പനോരമിക് സൺറൂഫാണ്. ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്യുവൽ പനോരമിക് സൺറൂഫാണ്. ശരിക്കും UV രശ്മികൾ അകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഗതിയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോയ്ക്കും സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്, ഇതിനും കൊടുത്തിട്ടുണ്ട്. സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ 2ാം ജനറേഷനിലെ കോഡിയാക്കിലേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് എടുത്തു പറയുന്നു. വാഹനത്തിലേക്ക് അഡാസ് കൊണ്ടുവരാനുള്ള ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ തന്നെ വാഹനത്തിലേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഉൾപ്പെടുത്തും എന്നാണ് ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നത്. അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും സുരക്ഷയുടെ കാര്യത്തിൽ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു വാഹന ബ്രാൻഡാണ് സ്കോഡ ഓട്ടോ ഇന്ത്യ. അപ്പോൾ ഈ വാഹനത്തിലേക്ക് മറ്റെല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഹനത്തിലേക്ക് 9 എയർ ബാഗുകൾ വന്നിരിക്കുന്നു. ഇലക്ട്രോണിക് സ്റ്റെബിലൈസിംഗ് സിസ്റ്റം വന്നിരിക്കുന്നു. ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് വന്നിട്ടുണ്ട്. ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർ സ്റ്റിയറിംഗ് റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നു. റെയിൻ ബ്രേക്ക് സപ്പോർട്ട് വന്നിരിക്കുന്നു. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി ബ്രേക്കിംഗ് സിസ്റ്റം വന്നിരിക്കുന്നു. മൾട്ടി കൊളിഷൻ ബ്രേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വാഹനത്തിലേക്ക് അഡ്വാൻസ് ഡ്രൈവർ അറ്റൻഷൻ ആൻഡ് ഡ്രൗസിനെസ് മോണിറ്റർ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ പാസഞ്ചർ പ്രൊട്ടക്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റും ഹിൽ ഡിസൻ കൺട്രോളും വാഹനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ വാഹനത്തിൽ ശരിക്കും ഇൻ്റലിജൻറ്റ് പാർക്ക് അസിസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റിയർ വ്യൂ ക്യാമറ വന്നിരിക്കുന്നു. 360
360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ സെൻസേഴ്സും ഒക്കെ തന്നെ വന്നിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ വാഹനം ഒരു രാത്രി മൊത്തവും മുംബൈ നഗരത്തിലൂടെ ഓടിച്ചതിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, ശരിക്കും ആദ്യ ജനറേഷനിലെ വാഹനത്തിൽ ശരിക്കും സ്കോഡ തന്നെ ഒരുക്കിയ ഒരു ഡ്രൈവിൽ നമ്മളതിൻ്റെ ഓഫ് റോഡിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ട്രാക്കിലൂടെയൊക്കെ ട്രാക്സിലൂടെയൊക്കെ ഓടിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അന്ന് ഈ വാഹനം എക്സ്പീരിയൻസ് ചെയ്തത് ഫസ്റ്റ് ജനറേഷൻ വാഹനം ഓടിച്ചതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. രണ്ടാം ജനറേഷനിൽ ഈ വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വാഹനം കുറേ കൂടെ പവർഫുള്ളാണ്, കുറേ കൂടി എഫിഷ്യൻ്റാണ്, കുറേ കൂടെ സ്മൂത്തായിട്ട് തന്നെ തോന്നുന്നു. വാഹനത്തിൻ്റെ എയറോഡൈനാമിക്സിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഡിസൈൻ വൈസ് അവർ ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എയർ ഡ്രാഗ് 0.33 നിന്നും അവർക്ക് കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റി. ഇപ്പോൾ എൻ്റെ എയർ ഡ്രാഗ് കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 0.28 ആണ്. അപ്പോൾ വാഹനത്തിന് ഒന്നാം ജനറേഷനിലെ സ്കോഡ കോഡിയാക്കിൽ നിന്നും രണ്ടാം ജനറേഷനിൽ എത്തുമ്പോൾ ടെക്നിക്കലി യാതൊരു മാറ്റവുമില്ല. 2 ലിറ്റർ 4 സിലിണ്ടർ 7 സ്പീഡ് DCTയിലാണ് വാഹനം എത്തുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഇനിഷ്യൽ ടോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. ഒരു രീതിയിലുള്ള ലാഗിങ്ങോ ഒന്നും നമുക്ക് തോന്നുന്നതേ ഇല്ല. വളരെ സ്മൂത്തായിട്ടുള്ള എൻജിൻ ട്രാൻസ്മിഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വാഹനത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് അവർ 9 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെ കോർണർ സ്റ്റെബിലിറ്റിയെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യ. വാഹനം ഒരു രക്ഷയുമില്ലാത്ത ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഒരു യാത്രാസുഖം അത്രയ്ക്ക് മികച്ചതാണ്. പുത്തൻ സീറ്റുകളൊക്കെ തന്നെയും ഡിസൈൻ ചെയ്തിരിക്കുന്നതും കൺവീനിയൻസിനും കംഫർട്ടിനും ഒരുപാട് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ ഡ്രൈവറുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഹീറ്റിംഗ് ഫെസിലിറ്റി, അതുപോലെ തന്നെ കൂളിംഗ് ഫെസിലിറ്റി, മസാജിങ് ഫെസിലിറ്റി ഒക്കെ തന്നെ അതിനകത്തേക്കുണ്ട്. അപ്പോൾ മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ഇതിൻ്റെ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന പിന്നെ ശരിക്കും ഗിയർ സെലക്ടർ അത് ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അതായത് ഏറ്റവും സുഖകരമായിട്ടൊരു ഡ്രൈവർക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ ഗിയർ സെലക്ട് ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ അടുത്ത് ഒരു റോട്ടറി നോബൊന്നും കൊടുക്കാതെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് തന്നെ കൊടുത്തത് വളരെ നല്ലതായിട്ട് തോന്നി. അതുപോലെ തന്നെ സ്മാർട്ട് ഡയൽസും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഒന്നാണ്. വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് 6.1 മീറ്ററാണ്. നമ്മൾ ഒരുപാട് യു ടേണുകൾ മുംബൈയിലൂടെ ഒത്തിരി ട്രാഫിക്കിലൂടെ രാത്രിയിൽ നല്ല വിജനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് വളരെ സ്മൂത്തായിരുന്നു. അപ്പം വാഹനത്തിൻ്റെ ഒരു പവറും കേപ്പബിലിറ്റിയും റൈഡിങ് കംഫർട്ടും, അതായത് ഓരോരോ സാഹചര്യത്തിൽ ഓരോ ടേണിങ്ങിലൊക്കെ വാഹനം എത്ര സ്മൂത്തായിട്ട് പോകുന്നു, എത്രത്തോളം പവർഫുള്ളാണ്, അതിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എത്രത്തോളമാണ് എന്നൊക്കെ അറിയാൻ പറ്റി. ഉയർന്ന വേഗതയിൽ പോലും വാഹനം എത്രത്തോളം സ്റ്റേബിൾ ആണെന്ന് അറിയാൻ പറ്റി. എല്ലാ രീതിയിലും വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് പുത്തൻ ജനറേഷനിലെ സ്കോഡ കോഡിയാക്ക്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇക്കോ മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്, നോർമൽ, ഓഫ് റോഡ്, ഇൻഡിവിജ്വൽ, സ്നോ എന്നിങ്ങനെ 6 ഡ്രൈവ് മോഡ്സാണ് പുത്തൻ കോഡിയാക്കിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം വീണ്ടും എടുത്തു പറയുന്നത് ഇൻ്റലിജൻറ്റ് പാർക്ക് അസിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരുവിധം എല്ലാ സേഫ്റ്റിക്കും ഒരു വാഹനത്തിലേക്ക് വേണ്ട എല്ലാവിധ അലർട്ടുകളും സേഫ്റ്റി സപ്പോർട്ടും പുത്തൻ കോഡിയാക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ എയറോഡൈനാമിക്സിന് പ്രാധാന്യം കൊടുത്ത വാഹനം വളരെ സ്പോർട്ടിയാണ്. അതേപോലെ ഇതിനകത്തേക്ക് മൈ സ്കോഡ പ്ലസ് ആപ്പ് വന്നിട്ടുണ്ട്. ഡിജിറ്റൽ ലോകത്തെ എത്രത്തോളം വാഹനത്തിലേക്ക് കൊണ്ടുവരാം, നമ്മളുടെ വിരൽത്തുമ്പിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഓരോ സെഗ്മെൻറ്റിലും എത്രത്തോളം അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ പറ്റി. സ്കോഡയുടെ ഏറ്റവും നല്ല വാഹനം, അതായത് അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള സ്കോഡ കോഡിയാക്കിൻ്റെ 2nd ജനറേഷൻ ഓടിച്ചുകൊണ്ടുള്ള ഒരു യാത്രാനുഭവം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. എല്ലാ അർത്ഥത്തിലും ഇത് പൂർണ്ണമായിട്ടും ഇഷ്ടമായി. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.